ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൽ അന്ന് തമ്പിയുടെ വക്കീലിന് തമ്പി കൊടുക്കുന്ന പൈസയാണെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഫീസാണെന്നും പറഞ്ഞ് അമലിൻ്റെ മുന്നിൽ വെച്ച് അജയ്ക്ക് ഒരു കെട്ട് നോട്ട് വീശിയ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അമൽ അവിടെ ഇരിക്കുക. അപ്പോഴാണ് നിരഞ്ജന അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അമല ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വരുന്ന ആലോചിച്ചിരുന്നു പോയത് ഏട്ടത്തി. എല്ലാവരും സന്തോഷത്തോടെ ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു കാലത്തെ പറ്റിയായിരുന്നു. അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടത്തി എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഈ ഒരു സമയത്തെ പറ്റിയൊക്കെ നിരഞ്ജനയോട് നമ്മുടെ അമൽ ഇങ്ങനെ പറയുവാണ്. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തച്ചുടച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനൊരു കുഴിമടിയനായിരുന്നു എന്നും വഴക്ക് കൂടുമ്പോൾ അപർണ വിളിച്ചു പറയാറുണ്ടത്, നിനക്ക് മാവിനെ കല്ലെറിയാനും കാറ് കഴുകാനും മാത്രമേ അറിയുകയുള്ളൂ എന്ന്. അത് കേട്ടപ്പോൾ നിരഞ്ജനയ്ക്ക് ചിരിയാ വന്നത്. സത്യത്തിലേ അതൊക്കെ ആയിരുന്നു എൻ്റെ പണിയും. ഞാൻ ഇവിടുത്തെ നല്ലൊരു കുഞ്ഞു കൊച്ചായി തന്നെ വളരുകയായിരുന്നു. ഒരിക്കൽ പൊന്നുവിന് വേണ്ടി മാമ്പഴത്തിനെറിഞ്ഞ കല്ല് ചെന്ന് വീണതേ മതിലിന് പുറത്ത് റോഡിലൂടെ പോയ ഒരു കാറിൻ്റെ മുകളിലാണെന്നും അന്നുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുവാണ്. അങ്ങനതേ നമ്മുടെ അമൽ അന്നത്തെ കാര്യം പറയാം. ആ കാറിൽ ചെന്ന് വീണ കല്ല് അത് ആരുടെ കാറിലാണ് ചെന്ന് വീണത്? അതും അപർണയുടെ വണ്ടിക്ക്. അപർണ തുള്ളിക്കൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നതും പിന്നെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അമൽ ഇങ്ങനെ പറയും. അപ്പം അങ്ങനെയൊന്നും അമലിപ്പോൾ പറയല്ലേ. നിങ്ങളുടെ ആ ഒരു ജീവിതം നല്ല സക്സസ് ആവുന്നതന്നെ എൻ്റെ മനസ്സിപ്പോഴും പറയുന്നതെന്ന് നിരഞ്ജന പറയുമ്പോൾ, ഈ കൊല്ലുന്നതിന് മുന്നേ ഉള്ള ഒരു തലോടൽ ഏട്ടത്തി കയ്യിൽ അങ്ങ് വെച്ചിരുന്നാൽ മതി കേട്ടോ എന്ന് നിരഞ്ജന അന്നേരം പറഞ്ഞു. ഒരേട്ടത്തി അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് ആ ചേട്ടനെ പെണ്ണ് ചോദിച്ചു ചെന്നു. മറ്റൊരേട്ടത്തി അവളെ എൻ്റെ തലയിൽ വെച്ച് തരികയും ചെയ്തു. എല്ലാം അനുഭവിക്കാൻ അമലിൻ്റെ ജീവിതം പിന്നെയും ബാക്കിയാണെന്നും പറഞ്ഞ് നമ്മുടെ അമൽ ഇങ്ങനെ പറയുക. ഒരു കേസിൻ്റെ പേരിൽ ചേരി തിരിഞ്ഞുള്ള അടി അത് തുടങ്ങിക്കഴിഞ്ഞെന്നും, ഒരു ചേരിയല്ലാതെ എല്ലാവരുടെയും അടി കൊള്ളേണ്ടത് ഈ ഞാനാണെന്നുള്ള കാര്യമൊക്കെ അമൽ ഇങ്ങനെ സങ്കടത്തോടെ പറയുക. ശരിക്കും പറഞ്ഞാൽ ചെണ്ടയുടെ അവസ്ഥയായിരിക്കുന്നു. അമൽ പോയി അമ്മയും മുത്തശ്ശിയും കൂട്ടിക്കൊണ്ട് വരാൻ പറയുമ്പം ഞാനത് ആലോചിച്ചിട്ടില്ലെന്നാണ് ഏട്ടത്തി പറയുന്നത്. ഏട്ടത്തി ചിന്തിക്കുന്നത്, അമ്മയുടെ കാലിൽ വീണാലേ അമ്മ കൂടെ വരുമെന്നുള്ള കാര്യം ഉറപ്പാം. കൂടെ മന്ദര മുത്തശ്ശിയും ഉണ്ടാകും. മുത്തശ്ശി പിന്നെ ഓടി നടന്ന് തീ കൊടുക്കാനേ നോക്കത്തുള്ളൂ. അത്രയ്ക്ക് കലികേറി നിൽക്കുക മുത്തശ്ശി ഇപ്പോൾ. എൻ്റെ അമ്മേ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഉള്ള സമാധാനം കൂടി പോയി കിട്ടും. അവിടെ തന്നെ നിൽക്കട്ടെ എന്നും പറയുക നമ്മുടെ അമൽ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജയ് അങ്ങോട്ട് വരുന്നത്. അജയേട്ടാ, വല്ലതും കുപ്പിയിലുണ്ടോയെന്ന് ചോദിച്ചു. നീ അതും തുടങ്ങിയോടാ? അത് തുടങ്ങാനേ പോകുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ചോദിച്ചതേ സാക്ഷികൾ ആരെങ്കിലും കുപ്പിയിൽ ഇരിപ്പുണ്ടോ എന്നാണെന്ന് പറയുമ്പം, സാക്ഷികളെ കുപ്പിയിലാക്കി കേസ് ജയിക്കുന്നതേ എൻ്റെ രീതിയല്ല. ചില സീനിയർ അഡ്വക്കേറ്റ്സ് അതൊക്കെ ചെയ്യാറുണ്ടെന്നും പറഞ്ഞ് കുത്തുമ്പോൾ, ആ സീനിയറിൻ്റെ ശിക്ഷനായിരുന്നല്ലോ കുറേ കാലം എന്ന് നിരഞ്ജന അന്നേരം തിരിച്ചു ഒരു കുത്തങ്ങ് കുത്തി. അപ്പോൾ ഇവനൊന്നും പറയാനില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഇവർ ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അപർണ വരുന്നത്. ഞാനേ അജയ്ക്ക് ഒരാളെ കാണിച്ചു തരാമെന്നും പറഞ്ഞു. അല്ല, അവരുടെ ഫോട്ടോ അപർണ സംഘടിപ്പിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ രാധാമണി വാരസ്യാരുടെ ഫോട്ടോയാണെന്നും പറഞ്ഞു വന്നത്. അപ്പോൾ ഇവരൊന്നും ഞെട്ടി. ഞാൻ പിന്നെ വെറുതെ ഇരിക്കുമെന്ന് അജയ് കരുതിയോ? അജയ് ഇതൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. നമ്മുടെ മേരിയമ്മയുടെ ഫോട്ടോ. ഇവരാണോ എന്ന് ചോദിച്ചു. ഫാൻസി ഡ്രസ്സിൽ ജാനകി ഇവരെ അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് പറയുമ്പം, നീ ഞങ്ങളെ കൂടി ഒന്ന് കാണിച്ചേന്ന് പറഞ്ഞു. കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ, ഞങ്ങളൊന്ന് കാണട്ടെ. വക്കീൽ കാണാതിരിക്കില്ലല്ലോ, എന്തായാലും ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞ് ഇവർ കാണിച്ചു കൊടുക്കുക. ഇവർ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ചിരിയാ വന്നത്. രണ്ടുപേരും അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ മുഖം അടച്ചു പിടിച്ചിങ്ങനെ ചിരിക്കുന്നു അപർണയുടെയൊക്കെ ആ ഒരു ഇത് കണ്ടിട്ട്. ആ സമയത്ത് അപർണ ഈ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട്, നീ എന്താ ചിരിച്ചതെന്ന് ചോദിച്ചു. അല്ല, രാധാമണി വരസായിരുന്നു കേട്ടപ്പോഴേ സെറ്റ് സാരിയൊക്കെ ഞാൻ ഓർത്തത്. ഇതിപ്പോൾ ചട്ടയും മുണ്ടൊക്കെ ധരിച്ച് രാധാമണി വാരസ്യാരായിപ്പോയി. അതാണെന്ന് പറഞ്ഞ് അമലൊക്കെ വായു ഒത്തിച്ചിരിക്കുമ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതായത് ഈ അജയും അതുപോലെ തന്നെ അപർണയും കൂടി, അതുപോലെ തന്നെ നമ്മുടെ നിരഞ്ജനയും ഇങ്ങനെ ചിരിയൊക്കെ ഇതാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇത് ഉടായ്പാണെന്നുള്ള കാര്യം മനസ്സിലായി നമ്മുടെ അപർണയ്ക്ക്. അപർണ എന്തായാലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് മാറിക്കെന്ന് പറഞ്ഞ് നമ്മുടെ നിരഞ്ജന അവിടുന്ന് പോയി ഏട്ടത്തി എന്നും പറഞ്ഞ് തലയും കുത്തി കിടന്ന് ചിരിയാണ് നമ്മുടെ അമൽ. അജയ് ആ പുറകെ പോവുകയും ചെയ്തു, നിരഞ്ജനയുടെ പുറകെ. അപ്പം നിങ്ങളിത് ഏത് മുതലിനെയാണ് ഈ ചട്ടയും മുണ്ടിനകത്ത് കയറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അപർണയുടെ മുന്നിൽ നിന്ന് ഭയങ്കര ചിരിയാകട്ടോ അമല്. ശരിക്കും ചട്ടയിലും മുണ്ടിലും കയറ്റേണ്ടത് നിന്നെ ആടി എന്നും പറഞ്ഞു. അപ്പോൾ എടാന്നും പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പിടിയും വലിയായി അമലും അപർണയും കൂടെ. അമലിൻ്റെ പാട്ടിന് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അപർണ ഈ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കി, ഇനി ഇതല്ലേ എന്നൊക്കെയുള്ളൊരിതിൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അബിയെ നമ്മുടെ ജാനകി ഫോണിൽ വിളിക്കാം. അപ്പോൾ അബിയേട്ടൻ എന്താ വരാത്ത, ഇന്ന് രാത്രി തന്നെ എത്തുമെന്ന് ഞാൻ കരുതിയതെന്നൊക്കെയുള്ള കാര്യം പറയുമ്പം, രാത്രി വിളിച്ച് നിന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നും പറഞ്ഞു അബി. ഞാൻ പിന്നെ ആരെ വിളിക്കാനാ അബിയേട്ടാ എന്ന് ജാനകി ചോദിച്ചു.
കണ്ണടച്ചാലേ ദുർസ്വപ്നങ്ങളാണ് കണ്ണിന് മുന്നിൽ വരുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. നേരെ ഒന്ന് പുലർന്നു കിട്ടാനേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാനെന്ന് പറയുമ്പം, അമ്മയെ നമുക്ക് നാളെ ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോകാം, നീ ധൈര്യമായിട്ടിരിക്കുക. പൂന്താനം മനിലെ തിരുമൽപ്പാട് അദ്ദേഹം ചികിത്സ സമ്മതിച്ചിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞു. അപ്പോഴാണ് ജാനകിക്കൊന്ന് ശ്വാസം നേരെ വീണത്. അപ്പോൾ തിരുമൽപ്പാടിൻ്റെ ഒരു ചികിത്സ ബുദ്ധിമാന്യത്തിനൊക്കെ പേര് കേട്ടതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നേരത്തെ ഇത് മതിയായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നതെന്നൊക്കെ അബി ഇങ്ങനെ പറഞ്ഞു. ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം, നീ പുറപ്പെടാൻ തയ്യാറായിക്കോളാം പറഞ്ഞു. നേരം വെളുത്തു. അപർണ നേരെ തന്നെ തമ്പിയുടെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് അച്ഛനെന്താ അവരെ കാണാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് അപർണ ചോദിക്കാം. എവിടെയാണ് അയാളുടെ വീട്, എങ്ങനെയാണ് സംഭവം, നമുക്കൊന്ന് പോയാലോ അച്ഛാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം അയാൾ സർവീസിൽ നിന്ന് VRS എടുത്ത് പോയ ആളാണെന്നും ഇട്ട് മൂടാനുള്ള കാശുണ്ട് അയാൾക്ക്. ഞാനും സേനനും അയാളെയൊക്കെ കണ്ടതാ മോളെ എന്ന് തമ്പി പറയാം. അയാൾ ആവശ്യപ്പെട്ട തുക അത് സേനൻ ഓഫർ ചെയ്യുകയും ചെയ്തു. അയാൾ പിടി തന്നില്ല. എന്താ അയാളുടെ നിലപാട്, ജാനകിക്കൊപ്പം നിൽക്കാൻ കാരണങ്ങളൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നെ കേസിൽ കൊടുക്കണമെന്നുള്ള നിലപാട് തന്നെ അയാൾക്ക്. അച്ഛനായിട്ട് അയാൾക്ക് ശത്രുതയോ മറ്റോ ഉണ്ടോ? സേനൻ വിളിച്ചപ്പോഴാണ് ഞാൻ അയാളെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് അയാളെ പറ്റി അറിയില്ല എന്ന് പറയണം. അയാൾ ഉണ്ണിത്താൻ്റെ അടുത്ത ആളാണെന്നേ, അതാ പ്രശ്നമെന്ന് ഇങ്ങനെ തമ്പി പറയാം. ജാനകിക്ക് വേണ്ടി അയാൾ നിൽക്കാനുള്ള കാരണവും അത് തന്നെയാണെന്ന് പറയുമ്പം, ഓ അപ്പം അത് തന്നെയാണ് കാരണമല്ലേ, ഉണ്ണിത്താനെ ഞാൻ തല്ലിയത് അയാളെ തല്ലിയതിന് തുല്യമാണ് പോലും എന്ന് പറഞ്ഞ് അപർണയോടും തമ്പി നുണ പറയുവാട്ടോ. എങ്ങനെയെങ്കിലും മകളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടണ്ടേ, അതിന് വേണ്ടി അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുള്ളപ്പോൾ അയാൾ ഒരിക്കലും നമുക്കൊപ്പം നിൽക്കുമെന്ന് തോന്നുന്നില്ല മോളെ എന്ന് തമ്പി അപർണയോട് പറയണം. ഇതൊക്കെ കേട്ടോ അപർണ ഇങ്ങനെ നിൽക്കുക. സേനൻ്റെ മുന്നിൽ വെച്ച് അയാൾ എന്നെ ഒരുപാട് അധിക്ഷേപിച്ചു മോളെ എന്ന് പറയുമ്പം അതൊരു മാർഗ്ഗതടസ്സമാണല്ലോ അച്ഛാ നമുക്ക് എന്ന് അപർണ പറയുമ്പോൾ, ഈ രാധാമണി എന്ന് പറയുന്നവരുടെ അച്ഛൻ കേസ് കൊടുത്തെന്നോ അയാളുടെ മരണശേഷം കേസ് അന്വേഷണം നിലച്ചു എന്നൊക്കെയാണ് അയാൾ കോടതിയിൽ പറയാൻ പോകുന്നത്. അയാൾക്കൊപ്പം മാഷുമുണ്ട്. കേസ് റീഓപ്പൺ ചെയ്യാൻ വിധി വന്നാലേ അച്ഛന് പിന്നെ ആത്മഹത്യ ചെയ്യാനേ വഴിയുള്ളൂ മോളെ എന്ന് തമ്പി ഇങ്ങനെ പറയുമ്പം അപർണ ഇങ്ങനെ നടുങ്ങി നിൽക്കുക. അങ്ങനെയൊന്നും സംഭവിക്കല്ല അച്ഛാ, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. നീ എന്തറിഞ്ഞിട്ടാ മോളെ ഈ പറയുന്നേ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എൻ്റെ അച്ഛനൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നും അപർണ പറയുക. ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന്. തമ്പിയാണ് ഈ നിസ്സഹായനായിട്ട് അവിടെ നിൽക്കുവാണ്. മകൾ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തമ്പി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. അയ്യോ എൻ്റെ ദൈവമേ, ഇനി അവൾ CI നടരാജനെ എങ്ങാനും കാണാൻ പോകുമോ? എൻ്റെ ദൈവമേ, എങ്കിലും അവൾ സത്യമെല്ലാം അറിയും, എൻ്റെ കാര്യം തീർന്നേന്നും പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ കരച്ചിലും നിലവിളിയായിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് അമ്മയെ കൊണ്ടുപോകാനായിട്ട് അബിയും ജാനകിയും അബി അങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ അമ്മയും ഒരുക്കി ജാനകിയും മേരിയമ്മയും അവിടെ റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ എല്ലാ ഏർപ്പാടുകളും തിരുമൽപ്പാടിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അയാളെ ഞാൻ വിളിച്ചിരുന്നു, എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീടും പൂട്ടി അവരവിടുന്ന് പോകുക കേട്ടോ. അങ്ങനെ അബിയും ജാനകിയും കൂടെ മേരിയമ്മയെയും അതുപോലെ തന്നെ രാധാമണി അമ്മയായിട്ട് അവിടുന്ന് യാത്ര തിരിച്ചു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അജയും അതുപോലെ അപർണയാണ്. അപ്പോൾ അയാൾ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള വിശ്രമ ജീവിതത്തിലാണെന്നും അയാൾ മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോയെന്ന് വിവരം കിട്ടിയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അജയ് പറയുമ്പം അയാളെ കണ്ടുപിടിക്കണമെന്നും അന്ന് മാധവ വാര്യർ കൊടുത്ത പരാതി സ്വീകരിച്ചത് അയാൾ CI ആയിരുന്ന സമയത്താണെന്ന കാര്യവും പറയാം. അയാളിൽ എത്താൻ ഒരു ലിങ്കും ഇല്ലെന്ന് അപർണ ചോദിച്ചു. സർവീസിലിരുന്നൊരു ഉദ്യോഗസ്ഥനല്ലേന്ന് ചോദിച്ചപ്പം പോലീസുകാർക്ക് അയാളുടെ കാര്യത്തിൽ ഒരു താല്പര്യമൊന്നും ഇല്ലെന്നാണ് ഒരു സീനിയർ അഡ്വക്കേറ്റ് വഴി ഞാൻ അറിഞ്ഞത്. പിന്നെ ഈ പരാതിയുടെ സമയത്താണ് അയാൾ സർവീസിൽ നിന്ന് പോകുന്നതെന്നുള്ള കാര്യമൊക്കെ അജയ് ഇങ്ങനെ അപർണയോടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നീട് കുറേ കാലം അയാൾ വിദേശത്തായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അയാളെ കണ്ടുപിടിക്കുന്ന കാര്യം തമ്പി അങ്കിളുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ അച്ഛൻ കണ്ടെത്തിക്കോളൂന്നും അയാൾ മാത്രം മതി പെറ്റീഷൻ ആവിയായി പോകാനെന്ന കാര്യം പറയുമ്പോൾ പിന്നെയുള്ളത് രാധാമണി വാരസ്യാരുടെ അച്ഛൻ്റെ വളരെ പഴയ ഒരു സുഹൃത്തായ ഒരു മാഷാണ്, അദ്ദേഹത്തിനെയും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അജയ് പറഞ്ഞത് ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നല്ലേ പറഞ്ഞത്, സാക്ഷികളാണെന്നല്ലേ പറഞ്ഞത്? അതെ, നാട്ടുകാരിൽ ആർക്കും 25 വർഷം മുൻപ് അങ്ങനെ ഒരു വാടക കുടുംബം ആ നാട്ടിലുണ്ടായിരുന്ന വിവരങ്ങളോ കാര്യങ്ങളോ അറിയില്ല. 25 വർഷം മതി ഒരു നാടിൻ്റെ മുഖച്ഛായ മാറാൻ. അപ്പം മാറാൻ കഴിയാത്തവരല്ലേ ഇങ്ങനെയുള്ള പുകമറകളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. എന്തിനാണ് നിരഞ്ജന ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല അജയ്. അവളുടെ അച്ഛനാണെങ്കിൽ എൻ്റെ അച്ഛൻ തല്ലിയതിൻ്റെ പുകയായിട്ട് നടക്കുകയാണെന്നും അപർണ. വക്കീലെന്ന് പറഞ്ഞിട്ടൊക്കെ എന്താ അജയ് കാര്യം? അനാവശ്യം പറഞ്ഞാൽ ആരായാലും തല്ലില്ലേ. കൺട്രോൾ പോയപ്പോഴാണ് എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പകരം കിട്ടിയ കാര്യം കൂടി എന്താ മോള് പറയാത്തതെന്നും ചോദിച്ച് നിരഞ്ജന രംഗത്ത് വന്നു. അതും കൂടി പറഞ്ഞാലല്ലേ കഥ അങ്ങ് മുഴുവനാവുള്ളൂ എന്ന് ചോദിച്ചു. അല്ല ഉണ്ണിത്താൻ സാറ് തമ്പി അങ്കിളിനെ തിരിച്ചു തല്ലിയോ?
ഞാനതൊന്നും അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അജയ് ഇങ്ങനെ വലിയത് പറയുമ്പോൾ അപർണ ചൂളി ഇങ്ങനെ നിൽക്കുക. അയ്യോ, അങ്ങനെ അജയ് അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അജയ്ക്ക് അറിയാമോ? പക്ഷേ അപർണയ്ക്കെല്ലാം അറിയാം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജന ഒരു കുത്തും കൂടി ഇവക്കെ ടങ്ങ് വെച്ച് കൊടുത്തു. ആ സമയത്ത് അജയ് ഇങ്ങനെ ഭയങ്കര ആലോചന ഇതായിട്ടിങ്ങനെ നിൽക്കുക. അതും പറഞ്ഞു നമ്മുടെ നിരഞ്ജന അങ്ങ് പോകുമ്പോൾ നീ ഒന്നവിടെ നിന്നേ, കള്ളസാക്ഷികളെ കണ്ടെത്തുന്ന തിരക്കിലാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നേരായിട്ടൊന്നും കോടതിയെ ധരിപ്പിക്കാനില്ലാത്തവർക്ക് ഇനി അതിനല്ലേ കഴിയുകയുള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിന്റെ വക്കീല് അതിനു വേണ്ടി മണം പിടിച്ച് നടക്കുന്നത് ഞാനെല്ലാം അറിയുന്നുണ്ടെന്ന് നിരഞ്ജന നേരെ അപർണയോടും പറഞ്ഞു. ഒരു റിട്ടയർഡ് CI, പിന്നെ ഒരു പൊട്ട മാഷും, ഇത്രയും പേര് ഉറച്ചു നിൽക്കാമെന്ന് വാക്ക് തന്നിരിക്കുകയല്ലേ എന്ന് അപർണ നിരഞ്ജനോട് ചോദിക്കും. നിരഞ്ജന അതിനൊന്നും കൂസാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അജയ് അവിടെ നിന്ന് ഇങ്ങനെ കൈയും കാലും കാണിക്കുന്നുണ്ട്. പക്ഷെ അപർണയൊന്നും കേൾക്കുന്നില്ല. അവരുടെ അഹങ്കാരം കൊണ്ടെല്ലാം വിളിച്ചു പോവുക. നീ അവരെ കൊണ്ടുപോവാ. അപ്പം അജയുടെ മുന്നിൽ ആ പാവങ്ങൾ വന്ന് നിൽക്കാൻ പോകുന്നതെന്നും വിലപ്പോവില്ല എന്നും ഈ അപർണ പറഞ്ഞു. നിരഞ്ജന അന്നേരം അജയ് ഇങ്ങനെ നോക്കി. അജയ് ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കുക കേട്ടോ. നിരഞ്ജന അന്നേരം ഒന്ന് ചിരിച്ചു. CI പിടിച്ചു നിന്നു എന്നൊരു പക്ഷേ വരും. അയാൾക്കെതിരെ മൊഴി പറയാൻ ഞങ്ങൾക്ക് അയാളുടെ കാലത്തുണ്ടായിരുന്ന വേറെയും റിട്ടയർഡ് ചെയ്ത ചില ആൾക്കാരൊക്കെ എന്തായാലും ഉണ്ടാകുമെന്നും അത് ഉറപ്പാണെന്നുള്ള കാര്യവും പറയുക. CI നിന്ന് പരുങ്ങുന്നത് നിനക്ക് കോടതിയിൽ കാണാം. പാവം, റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ആ ഒരു വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹം. ഞാൻ കാത്തിരിക്കാമെന്ന് നിരഞ്ജന പറഞ്ഞു. നിന്റെ വക്കീല് ചുരുങ്ങിയ കാലം കൊണ്ട് പേരെടുത്ത ഒരു വക്കീലല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ വിജയം നമുക്ക് കാണാമെന്ന് പറഞ്ഞ് നിരഞ്ജന അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. അപർണ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ അപർണ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അജയ് അപർണയുടെ പിന്നാലെ ചെല്ലും. എന്തൊരു പൊട്ടത്തരം അപർണ നീ കാണിച്ചതെന്ന് ചോദിച്ചു. എനിക്ക് കിട്ടിയ വിവരങ്ങൾ നീ എന്തിനാ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത്? ഞാൻ അത് ഹൈഡ് ചെയ്ത് വെച്ച് ചില നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണെന്ന് പറയുമ്പം സാക്ഷികളെ പറ്റി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതാണെന്നും എന്തായാലും അവൾ കുറച്ച് ടെൻഷൻ ആവട്ടെ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് അപർണ അജയോട് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഗൂഢാലോചനകളും നടത്തിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അജയ് അങ്ങ് പോയി. നിനക്കിനി ഞാൻ ഓർക്കാൻ തരില്ലടി നിരഞ്ജനയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപർണ മനസ്സിൽ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയും ജാനകിയും കൂടെ റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കുക. അപ്പോൾ ഫുഡ് കഴിക്കാനിരിക്കുവാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇവരിയ്ക്കുന്ന സമയത്ത് അമ്മയ്ക്കും മേരി അമ്മയ്ക്കും ഫുഡ് മേടിച്ചു കൊടുത്തു. അവർ കഴിക്കാത്ത ഫുഡിനെ പറ്റിയൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഒരുത്തൻ കയറി വരുന്നു ജാനകിയുടെ അടുത്തേക്ക്. അങ്ങനെ ജാനകിയുടെ അടുത്ത് വന്ന് നമ്മുടെ നകുലൻ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ണൊക്കെ അടച്ച് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ജാനകി ഇത് അറിയുന്നില്ല. ജാനകി അബിയുടെ അരികിൽ ഇരുന്ന് ഇങ്ങനെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാനകിയെ കണ്ട് ഇവനാണെങ്കിൽ അടുത്തിരുന്ന് ജാനകിയെ തന്നെ ഇങ്ങനെ ചിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ജാനകി ആദർശികമായിട്ട് നകുലനെ നോക്കിയപ്പോൾ നകുലനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിയുടെ പിടിവിട്ടു. ജാനകി ഞെട്ടിപ്പോയി. ഇവൻ അവിടെ വരുമെന്ന് ഒരിക്കലും ജാനകി പ്രതീക്ഷിച്ചതല്ലല്ലോ. ജാനകിക്ക് ഒരു ഭയങ്കര തിരിച്ചടിയായി പോയത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സോ അഗൈൻ ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.